എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീര ധീര സൂരൻ. യെസ്, അതാണല്ലേ പേര്? അതന്നെ പേര്. യെസ്, വീരധീര ശൂരൻ. ചിയാൻ 62 ആ സിനിമക്ക് എന്തായാലും പേരായിട്ടുണ്ട്. യെസ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇത് പാർട്ട് 1 അല്ല, പാർട്ട് 2 ആണ്. അപ്പൊ ഇനി പാർട്ട് 1 വേണ്ടി നമ്മൾ പിന്നെയും കാത്തിരിക്കണം. നിങ്ങൾ ആദ്യം രണ്ടാം ഭാഗം കണ്ടിട്ട് നിങ്ങൾ പിന്നെ ഒന്നാം ഭാഗം കണ്ടാൽ മതി. ഇങ്ങനെ ഒരു സാധനം നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ജനഗണമന രണ്ടാം ഭാഗം കണ്ടു, ഒന്നാം ഭാഗം ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടുമോ എന്നുള്ളത് പോലും അറിയില്ല. കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതെ, എന്തായാലും ചിയാൻ 62ന്റെ പാർട്ട് 2 അതിന്റെ ടൈറ്റിൽ ടീസർ വന്നിട്ടുണ്ട്. ഇന്നലെ 6 മണിക്കാണ് വന്നത്. നമ്മൾ ആ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. കാണാം. ഇന്നലെ ചിയാന്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള സാധനമാണ്. കാണാം. ഓക്കെ. 3 മിനിറ്റും 45 സെക്കൻഡ് ഉണ്ട് കേട്ടോ. ഇതേവരുടെ ഫസ്റ്റ് അനൗൺസ്മെന്റും അങ്ങനെ തന്നെയായിരുന്നു. 3.5 മിനിറ്റോളം ഉണ്ടായിരുന്നു ആ വീഡിയോ. നല്ല ഡ്യൂറേഷനുള്ള വീഡിയോ ആണ്. ഓക്കെ, ട്രെയിലറും അങ്ങനെയൊക്കെ തന്നാ മതിയായിരുന്നു. அந்த கூட்டு கொடுக்கட்ட என்னதான் நடந்துச்சு இன்னைக்கு வரைக்கும் போலீஸ் நடமாட்டமா இருக்கு. அந்த பக்கம் போகாதீங்க, முனி நடமாட்டம் இருக்குன்னு சொன்னா எவன் கேட்குறான்? ஒரு 50 பேருக்கு உடம்பு ஃபுல்லா அடி பேச்சு முச்சலன்னு சொல்றாங்க. முனிய அட அதான் நானும் சொல்றேன், முனி இல்லாம இப்ப மனுஷனா? இந்த கடை தானா? ஆமா, റിയലിസ്റ്റിക് മാസ് ആയിരിക്കും അല്ലേ? மகன் சவாரி போயிட்டு வந்த உடனே கிளம்புனையா? எப்பா உருட்டு இந்த காசுல போடு. இப்போ கன்ஃபார்ம் பண்ணிடலாம்டா. டேய் போடா. அண்ணா ഓഹോ മോനെ, അത് ഉണ്ടെടുത്ത് அவன் சரியாட்டா போட்டிருப்பான், எதுக்கு நிறுத்துற? கணக்குல எழுதிக்கப்பா. தெரியலண்ணா, என்ன திரும்பியா தான் நினைக்கிறான். சுத்தி வேற அவனா இருக்கானா? இல்ல வேற யாரும் இல்லைன்னு பார்த்துட்டு அவசரப்படாதா. ஆள் போட்டோம். இது என்ன தெரியுதா? நல்லா புரியுதுடா. அவன் என்ன சொன்னான் தெரியுது? காதுக்கு நெத்தி போட்டுக்கும் 2 இன்ச்சு தான் கேட்பண்ணா. என்ன அர்த்தம்? ഒന്നുമില്ല, പൊട്ട. இன்னைக்கு அவன் உயிரை நான் எடுக்கிறேன். என்னடா அண்ணே, அவனை மாதிரி இல்லைண்ணே, பயந்துட்டான் போடுது. சுத்தமா மூஞ்ச காட்ட மாட்டான். சொம்ப നിന്നെ തന്നെടാ. இப்ப தெரியுதா? அவனே தானே, அவனே தான்டா. അതിനിടയിൽ കുറെ മാസം ഇത്ര കണ്ടല്ലോ. അത് പാർട്ട് 1 സാധനമാണ് മിക്സ് ചെയ്തോണ്ടിരുന്നത്. காதுக்கு நெத்தி போட்டுக்கோ. இல்ல ரெண்டுச்சுதான் 52 ரூபா வேற. சோப்பு கேட்கல. ஊர்வசி 10 ரூபா. 62 வேற. ഓഹോ, സാധനം പൊളി കേട്ടോ. അടിപൊളി സാധനം. ആദ്യം പറഞ്ഞ പോലെ റിയലിസ്റ്റിക് മാസ്. കാലം കുറെ ആയി ചെയ്യാൻ വിക്രം ഇതുപോലത്തെ ഐറ്റം പിടിച്ചിട്ട്. അതായത് മണ്ണിൽ ഇറങ്ങി വന്നിട്ട് മാസ് കാണിക്കുന്നു. അല്ലെങ്കിൽ ആളെന്തെങ്കിലുമൊക്കെ ഒരു ലാർജർ ദാൻ കഥാപാത്രമായിരിക്കും. അതൊരു സത്യം. പിന്നെ ഉണ്ടായിരുന്നു പൊന്നിയിൻ സെൽവനിലുണ്ടായിരുന്നു കുറച്ച്
അങ്ങനത്തെ അതെന്ന് പറഞ്ഞാൽ പിന്നെ ചരിത്രം. അതെ, അങ്ങോട്ട് പോകുന്നത് കൊണ്ട് അതിന് ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു കുറേ നാളായിട്ട് അങ്ങനത്തെ ഒരു റിയലിസ്റ്റിക് മൂവി ചെയ്തിട്ട് എന്തായാലും പൊളിയായിട്ടുണ്ട് കേട്ടോ. പൊളിയായിട്ട് അതിൽ അതായത് ആളുടെ മുഖം കാണിച്ചു കൊടുക്കുമല്ലോ, ലൈറ്റ് മുഖത്തേക്ക് കൊടുത്തിട്ട് ഞാൻ തന്നെയാണെന്നുള്ളത് കാണിച്ചു കൊടുത്തിട്ട് ആ സമയത്ത് അവർ കണ്ടിട്ടുള്ളത് ആളുടെ ഫേസ് ഫുള്ള് കണ്ടിട്ടില്ല, കണ്ണു മാത്രമല്ല ആ സാധനമാണ് അതാണ് കാണിച്ചു തന്നത് അതിന്റെ അടിയിൽ അല്ലേ. അതിന്റെയാണ് ഇന്നലെ വന്ന അനൗൺസ്മെന്റ് ഓർമ്മ, ആ സാധനമാണ് അവിടെ ഇടയ്ക്ക് കാണിച്ച സാധനം. അതായത് അതിന് മുൻപ് വന്ന പോസ്റ്റേഴ്സ് മുഖത്ത് തോർത്ത് കെട്ടിയിട്ടുള്ള രീതിയിലാണ്, കണ്ണു മാത്രമുള്ളായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ അല്ലെ കുറെ എണ്ണത്തിന് കാണിച്ചിരുന്നുണ്ടല്ലേ. അതായത് കുറെ എണ്ണം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് തോന്നുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരാള് തന്നെ ശരിയാ, ഒരാളായിട്ടാണ് ഫീൽ ചെയ്തത്, ഒറ്റ ആളായിട്ടാണ് ഒക്കെ വിക്രമായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ കുറെ ആൾക്കാരുള്ളതായിട്ട് കാണിച്ചു. അപ്പോൾ അതിനു മുൻപ് അത് പാർട്ട് 1 ആയിരിക്കാം. പിന്നെ ഇതിന്റെ വേറൊരു കാര്യമുണ്ട്, ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു സാധനമുണ്ട്. സൈക്കിള് പോകുന്ന സമയത്ത് അതായത് 50-50 പേരെ ഒരാള് അടിച്ചു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പം അങ്ങനെ അടിക്കണമെങ്കിൽ അത് മനുഷ്യനല്ല, അത് മുനിയാണെന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് മുനി എന്ന് പറയുമ്പോൾ ഒരു ദൈവത്തിന്റെ ഒരു ഇതുള്ള സംഭവം, ആ ഒരു സാധനം ആദ്യം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ മുന്നത്തെ അല്ലെങ്കിൽ ഈ കട നടത്തുന്ന ആളെന്ന് പറയുന്ന സാധനമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിന്റെ മുന്നേ എന്തായിരുന്നു എന്നുള്ളതാണ്. അതിന് മുൻപോ അല്ലെങ്കിൽ അങ്ങേർക്ക് വേറൊരു സ്വഭാവം ഉണ്ടാവാം. ആള് വേറെ രീതിയിൽ രണ്ട് ബിഹേവിയർ കാണിക്കുന്ന ആളും ആയിരിക്കും. സാധാരണക്കാരനായിട്ട് ഒരു കടയിൽ ജോലി ചെയ്യുന്ന ഒരാളായിട്ട് അത് ചെറിയൊരു മുറുക്കൻ കട പോലെ ഒരു പെട്ടിക്കട, അതെ, അതുപോലത്തെ ഒരു കട വെച്ച് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ ആള് സാധാരണക്കാരനല്ല, വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട് ആൾക്ക്. എന്തായാലും അതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് സാധനം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളും. അതന്നെ ഓരോ ഐറ്റം എടുക്കുന്നത് അത് എല്ലാം ഇവിടുന്ന് എടുത്തിട്ട് എന്നിട്ട് അസംബിൾ ചെയ്യാണ്, എന്നിട്ടാണ് അത് എടുത്ത് ഫയർ ചെയ്യുന്നത്. പൊളിച്ച സാധനം. പിന്നെ ആ പറഞ്ഞതും ഭയങ്കര രസമായി. അതായത് ചെവിയും നെറ്റിയും തമ്മിലേ 2 ഇഞ്ചിന്റെ വ്യത്യാസമുള്ളൂ. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. നമ്മൾ ഇതിന്റെ ഫസ്റ്റത്തെ ഇതിന്റെ ഫസ്റ്റത്തെ ഇവരുടെ അനൗൺസ്മെന്റ് വന്ന സമയത്തും ഇതേപോലെ ഒരു 3.5 മിനിറ്റിന്റെ വീഡിയോ ആയിരുന്നു. അതിനകത്ത് ആള് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നതാണ് വീഡിയോ ഉണ്ടായിരുന്നത്. അതിന്റെ ഇതേപോലത്തെ ഒരു മാസമായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതിന്റെ അത്ര പോലും സ്പീഡില്ലായിരുന്നു. എന്താണെങ്കിലും ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സാധനം. നമ്മുടെ SU അരുൺകുമാറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ചിറ്റ സിനിമ ചെയ്ത സംവിധായകൻ. എന്തായാലും ഇതിന്റെ ആദ്യത്തെ തുടക്കത്തിലൊരു സംഭവം ഉണ്ടേ. അതായത് ഈ ചാപ്റ്ററിന്റെ 2ാം ഭാഗത്തിന്റെ പേര് ഇതിലുണ്ട്. ഇതാണ് മല്ലികൈ കടയുന്നോ, അതാണ് ചാപ്റ്ററിന്റെ പേര്. അതങ്ങനെ അതിൽ കൊടുത്തതാണോ? ചാപ്റ്റർ 2 മല്ലികൈ കടൈ. ശരിയാട്ടോ, ചാപ്റ്റർ 2 അതായിരിക്കും ചിലപ്പം. ഈ 2 സിനിമയുടെ പേര് സൂരവീര ധീരവീര സൂരൻ, ധീര ശൂരൻ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്നുണ്ട്. എന്താണ് ഈ 3ന്റെ അർത്ഥം വന്നത്? അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ശൂരൻ എന്ന് പറഞ്ഞാലും ഭയങ്കരമാണ്, ധീരൻ എന്ന് പറഞ്ഞാലും ഭയങ്കരമാണ്, പിന്നെ വീരൻ എന്ന് പറഞ്ഞാലും അടിപൊളിയാണ്. അപ്പൊ എന്താണെങ്കിലും കുഴപ്പമില്ല. എന്തായാലും അതിൽ 2 ചാപ്റ്റർ ആയിട്ട് വരുന്നു. സെക്കൻഡ് ചാപ്റ്ററിന്റെ പേരാണോ ഇത്? ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ആയിരിക്കാം, അങ്ങനെ കൊടുത്തതായിരിക്കാം. എന്തായാലും ടൈറ്റില് വീരധീര ശൂരൻ, അതാണ് സിനിമയുടെ പേര്. അപ്പോൾ ചാപ്റ്റർ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട്, അതായത് ഒരു സാധാരണ പോലെ ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത്. സത്യം, ഒരു നമ്മൾ താള് മറിച്ചിട്ട് ഒരു ചാപ്റ്റർ അങ്ങനെ ആക്കിയതാണ്. ഇതൊക്കെ ആണെങ്കിലും ചെയ്യാന്റെ ഭാഗ്യദോഷം ഇതുവരെ മാറിയിട്ടില്ല. ഒന്ന് സിനിമ റിലീസ് ഏതാണ്? ധ്രുവനക്ഷത്രോ തങ്കലാനോ ഏതെങ്കിലും ഒന്ന് വന്നാൽ മതി. ഭാഗ്യദോഷം ഉള്ളത് ധ്രുവനക്ഷത്രം ഇറങ്ങാത്തത് ആള് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് തോന്നണം. ഇനി OTT-യിലെങ്കിലും അതെങ്കിലും വന്നാൽ മതിയായിരുന്നു. ഇറങ്ങിയ നമ്മുടെ ഗൗതം മേനോൻ രക്ഷപ്പെടൂല. ആള് ഒരുപാട് പൈസ പെട്ടോ. എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ സിനിമ തങ്കലാൻ എന്തായാലും ഒരു അടുത്ത മാസത്തിനുള്ളിൽ ഉണ്ടാവും. എന്തായാലും വരട്ടെ. കുറെ നാളായി ചെയ്യാൻ്റെ ഒരു സിനിമ വന്നിട്ട്, അതും തിയേറ്ററിൽ വന്നിട്ട്. ലാസ്റ്റ് വന്ന് മഹാൻ OTT, ലാസ്റ്റ് തിയേറ്ററിൽ വന്ന് കോബ്ര. എന്താണെങ്കിലും ഒന്ന് ഒരു പെട്ടെന്ന് ഒരു സിനിമ വന്നാൽ നന്നായിരിക്കും. സത്യം. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.